കാർഷിക വാർത്തകൾ. ആദ്യം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 235, RSS 5 231, ലാറ്റക്സ് 149, ജാതിക്ക 250, ജാതിപത്രി 1500 മുതൽ 1700 വരെ, ഗ്രാമ്പു 950, അടയ്ക്ക 230, കാപ്പിക്കുരു 215, കൊക്കോ പരിപ്പ് 300, കുരുമുളക് ഗാർബിൾ 66,500, കുരുമുളക് അൺഗാർബിൾ 64,500, ഏലക്ക 1950 മുതൽ 2100 വരെ, വെളിച്ചെണ്ണ 16,500, കൊപ്ര 11,300, ചുക്ക് 37,000. നാണ്യവിള കമ്പോളത്തിൽ നിന്നുള്ള വാർത്തകൾ. രാജ്യാന്തര തലത്തിൽ പാം ഓയിലിനും റബ്ബറിനും വില ഉയർന്നു. കേരളത്തിൽ റബ്ബർ ഷീറ്റ് ക്ഷാമം. ഏലത്തിന് വില വർധനയില്ല. പാമോയിൽ വില ഇന്തോനേഷ്യയിൽ ടണ്ണിന് $900 മുകളിലാണ്. ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന വില. ഇന്ത്യൻ ഉത്സവ സീസൺ മുന്നിൽ കണ്ടാണ് വില ഉയർത്തുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള മലേഷ്യയിൽ നിരക്ക് ഉയർത്തുമോയെന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ ഇറക്കുമതിക്കാർ. ആഭ്യന്തര പാമോയിൽ വില 3 മാസത്തെ ഉയർന്ന നിലവാരമായ 9,600 രൂപയായി. ഇറക്കുമതി ലോബി വില വീണ്ടും ഉയർത്താൻ സാധ്യതയുണ്ട്. പുതിയ നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് വൻകിട വെളിച്ചെണ്ണ ഉൽപ്പാദകർ. കൊച്ചിയിൽ വെളിച്ചെണ്ണ 16,500 രൂപയിൽ സ്റ്റഡി. ഏലക്ക ലേലത്തിന് വില വർധന ഉണ്ടായില്ല. ലേലത്തിനിറങ്ങിയ 18,151 കിലോഗ്രാം ചരക്കിൽ 17,379 കിലോയും വാങ്ങലുകാർ ശേഖരിച്ചു. മികച്ച ഇനങ്ങൾ കിലോ 2,499 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,178 രൂപയിലും കൈമാറി. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ വില 2 മാസത്തെ ഉയർന്ന നിലവാരത്തിൽ. റബ്ബർ ക്ഷാമം രൂക്ഷമായതോടെ ഫണ്ടുകളും നിക്ഷേപകരും രംഗത്തിറങ്ങി. ഇത് നിരക്ക് കിലോ 352 യെന്നിൽ നിന്നും 366 ഉയർത്തി. മുഖ്യവിപണിയായ ബാങ്കോക്കിലും റബ്ബർ വില കിലോ 220 രൂപയിലേക്ക് അടുത്തു. കയറ്റുമതി ചുരുങ്ങിയതിനാൽ നിരക്ക് വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. കേരളത്തിലും റബ്ബർ ക്ഷാമം തുടരുകയാണ്. 4ാം ഗ്രേഡ് 237 രൂപ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓണത്തിന് മുന്നോടിയായുള്ള വിൽപ്പനയിൽ തേയിലക്ഷാമം രൂക്ഷമാവുകയാണ്. ഈ ആഴ്ച കൊച്ചി ലേലത്തിൽ എല്ലാ ഗ്രേഡുകളുടെയും വില ഉയർന്നു. അതേസമയം ഹൈറേഞ്ചുകളിലെ മോശം കാലാവസ്ഥ തേയില ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഓർത്തഡോക്സ് തേയിലയുടെ പല വിഭാഗങ്ങളും 2 രൂപ മുതൽ 10 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. കയറ്റുമതി ഓർഡറുകൾ വർദ്ധിച്ചത് CTC പൊടിയുടെയും ഓർത്തഡോക്സ് തേയിലയുടെയും ഡിമാൻഡും വിലയും ഉയർത്തിയിരിക്കുകയാണ്. CTC പൊടിയുടെ വിൽപ്പന 98% വർദ്ധിച്ചിട്ടുണ്ട്. ഇറാൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡിമാൻഡ് ഉയർന്നതോടെ വിപണിക്ക് കയറ്റുമതി ഓർഡറുകൾ ലഭിച്ചു തുടങ്ങിയതായി വ്യാപാരികൾ പറഞ്ഞു. കോമൺവെൽത്ത് രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വാങ്ങുന്നവർക്കൊപ്പം മലയോര കയറ്റുമതിക്കാരും സജീവമാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ മത്സ്യമേഖലയെ പിന്തുണയ്ക്കുന്നതിനായി കേന്ദ്രം 1,148.88 കോടി രൂപ അനുവദിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായാണ് ധനസഹായം. 2024-25 ഇന്ത്യയുടെ മത്സ്യ ഉൽപാദനം 22 ദശലക്ഷം ടണ്ണിലെത്താനാണ് ലക്ഷ്യമിടുന്നത്. PMMI-SWAY പദ്ധതിയിൽ മീൻ ഹാച്ചറികൾ, മത്സ്യ സംസ്കരണ യൂണിറ്റുകൾ, ആധുനിക മത്സ്യബന്ധന സാങ്കേതിക വിദ്യകൾ എന്നിവ അവതരിപ്പിക്കാൻ സബ്സിഡിയും സാമ്പത്തിക സഹായവും നൽകി വരുന്നുണ്ട്. മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെയും കർഷകരുടെയും ഉപജീവന മാർഗം വർദ്ധിപ്പിക്കുക, അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണം എന്നിവ സർക്കാരിന്റെ പ്രധാന മുൻഗണനകളാണെന്ന് കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരമേഖലാ സഹമന്ത്രി SP സിംഗ് ബാഗേൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ കേന്ദ്ര മത്സ്യബന്ധന സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കേരള സന്ദർശനത്തിനെത്തിയതാണ് മന്ത്രി. ഈ മേഖലയിലെ നിക്ഷേപം സുഗമമാക്കിക്കൊണ്ട് 2024 മാർച്ച് വരെ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്കും സർക്കാർ 3,139,000 കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വിതരണം ചെയ്തതായി മന്ത്രി പറഞ്ഞു. സമുദ്ര ജൈവ വൈവിധ്യത്തെയും സുസ്ഥിര സമുദ്ര മത്സ്യബന്ധനത്തെയും കുറിച്ചുള്ള ഗവേഷണത്തിലൂടെ സമുദ്ര മത്സ്യമേഖലയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ
നിർണായക പങ്ക് വഹിച്ച CMFRIയെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UP ട്രേഡ് ഷോയുടെ 2ാം പതിപ്പ് സെപ്റ്റംബർ 25 മുതൽ 29 വരെ ഗ്രേറ്റർ നോയിഡയിൽ നടക്കും. കർഷകർക്കും കാർഷിക ഉപകരണങ്ങൾ, വിത്തുകൾ, രാസവസ്തുക്കൾ എന്നിവയുടെ നിർമ്മാതാക്കൾക്കും ഓഫറുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയാണ് ട്രേഡ് ഷോ. 1000 ചതുരശ്ര മീറ്റർ സ്ഥലമാണ് വ്യാപാര പ്രദർശനത്തിനായി കൃഷി വകുപ്പിന് അനുവദിച്ചിരിക്കുന്നത്. കൃഷി, കാർഷിക വിദ്യാഭ്യാസം, അനുബന്ധ സ്ഥാപനങ്ങൾ, മാണ്ഡി പരിഷത്ത്, ഡയറക്ടറേറ്റ് ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. 2 ഡസനിലധികം കർഷക ഉൽപാദക സംഘടനകളുടെ ശക്തമായ സാന്നിധ്യവുമുണ്ട്. കൃഷി, വിത്ത്, വയലുകൾ എന്നിവയുടെ മേൽനോട്ടം വഹിക്കുന്ന നോഡൽ ഓഫീസറായി അഡീഷണൽ ഡയറക്ടറെ നിയമിച്ചിട്ടുണ്ട്. ട്രേഡ് ഷോയിൽ പങ്കെടുക്കുന്ന വളം നിർമ്മാണ കമ്പനികളുമായി ഏകോപിപ്പിക്കുന്നതിനുള്ള നോഡൽ ഓഫീസറായി കാർഷിക വളം ജോയിന്റ് ഡയറക്ടർ പ്രവർത്തിക്കും. കാർഷിക മേഖലയിലും അനുബന്ധ സ്റ്റാർട്ടപ്പുകളിലും പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുന്നതിന് IIT കാൺപൂരുമായും സഹകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.